എല്ലാവർക്കും നമസ്കാരം. നമ്മൾ SCERT ജിയോഗ്രഫിയാണ് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്ന ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നല്ലേ. അതിൽ നമ്മൾ അന്തരീക്ഷ താപവ്യാപന പ്രക്രിയകൾ, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സസ് ഏതൊക്കെയായിരുന്നു? താപചാലനം, സംവഹനം, അഭിവഹനം, വികിരണം എന്നിവയാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ച് നിർത്തിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താപ ബജറ്റ് എന്താണ്, ഭൂമിയുടെ താപ ബജറ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു കാണുമല്ലോ. ടെക്സ്റ്റും കൂടി എടുത്തു വെച്ചിട്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ക്ലാസ് കേൾക്കുക കേട്ടോ. എന്താണ് ഈ താപ ബജറ്റ് എന്ന് പറയുന്നത്? അതായത് അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന, അപ്പോൾ സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന ആ സൗരോർജം 100 യൂണിറ്റായി സങ്കല്പിച്ചാൽ അതിൽ 35 യൂണിറ്റ് എന്ന് പറയുന്ന ഊർജ്ജം പ്രതിഫലനത്തിലൂടെ എന്ത് ചെയ്യും? തിരിച്ചു പോകും. ഓക്കെ, അത് നേരിട്ട് തിരിച്ചു പോകുന്നതാണ്. എത്ര? 35 യൂണിറ്റ്. ഇനി 14 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. എത്ര? 14. ഓക്കെ, 35 നേരെ തിരിച്ചു പോകുന്നു, 14 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷ വസ്തുക്കൾ ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത് ആകെ എത്രയാ? അപ്പോൾ ബാക്കി 51 യൂണിറ്റ് ഊർജ്ജമാണ് എവിടെ ലഭിക്കുന്നത്? ഭൗമോപരിതലത്തിൽ ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ താപചാലനം, സംവഹനം തുടങ്ങിയ താപന പ്രക്രിയകളിലൂടെ ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷത്തിലേക്ക് കൈമാറുന്നു. 17 യൂണിറ്റ് ഊർജ്ജം ഭൗമോപരിതലത്തിൽ നിന്നും നേരിട്ടും 48 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷത്തിൽ നിന്നും പുനഃവികിരണം ചെയ്യപ്പെടുന്നതിലൂടെ ഭൂമിയിലും അന്തരീക്ഷത്തിലുമായി ലഭ്യമായ മുഴുവൻ ഊർജ്ജവും എന്ത് ചെയ്യുന്നു? മടക്കി അയക്കുന്നു. അതാണ് ഭൂമിയുടെ താപ ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബജറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ. ഒന്നും കൂടി പറഞ്ഞു തരാം അതെന്താണ്. നമ്മുടെ ഇവിടെ ഇതാണ് സൗരവികിരണം, സൂര്യൻ. ഓക്കെ, സൂര്യൻ്റെ അവിടെ നിന്ന് നമുക്ക് ഭൗമോപരിതലം ഇങ്ങനെ. ഓക്കെ, ഭൗമോപരിതലം ചെയ്യുന്നത് എന്തൊക്കെയാണ്? അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു 51% അത് ആഗിരണം ചെയ്യുന്നു. ഓക്കെ, ആഗിരണം ചെയ്യുന്നു. പിന്നെ 14% മേഘങ്ങളും പൊടിപടലങ്ങളൊക്കെ ആഗിരണം ചെയ്യുന്നു. പിന്നെ ആദ്യം കിട്ടുന്നത് എത്ര? ആദ്യം കിട്ടി 35 യൂണിറ്റ് ഊർജ്ജം, 35 കിട്ടി. അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷം പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ വന്നു, അങ്ങനെ തന്നെ തിരിച്ചു പോയി. ഓക്കെ, അപ്പോൾ ഈ മേഘങ്ങളും പൊടിപടലങ്ങളും ആഗിരണം ചെയ്യുന്നത് 14, പിന്നെ അല്ലാതെ 51 നമ്മൾക്ക് കിട്ടുന്നത്. ഇനി ഇവിടെ ഭൗമവികിരണം വരുമ്പോൾ 34 യൂണിറ്റ്, ഭൂമിയിൽ നിന്ന് 34 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷത്തിന് എന്ത് ചെയ്യുന്നു? കൈമാറുന്നു. 34 അങ്ങോട്ട് പോകുന്നു. പിന്നെ നേരിട്ട് ശൂന്യാകാശത്തേക്ക് തിരിച്ചു പോകുന്നത് 17% അല്ലെങ്കിൽ 17 യൂണിറ്റ് ഊർജ്ജം ഭൗമോപരിതലത്തിൽ നിന്ന് നേരിട്ടും, പിന്നെ 48, ഇത് 17 കേട്ടോ. പിന്നെ 48 യൂണിറ്റ് ഊർജ്ജം അന്തരീക്ഷത്തിൽ നിന്നും പുനഃവികിരണം ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത്? ഹീറ്റ് ബജറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് ഭൂമി വല്ലാതെ തണുത്തു പോകാതെ ജീവൻ്റെ നിലനിൽപ്പ് സുരക്ഷിതമാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് ഈ ഹീറ്റ് ബജറ്റ് അല്ലെങ്കിൽ താപ ബജറ്റ് എന്ന് മനസ്സിലായല്ലോ. ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ബജറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ. അപ്പോൾ താപ ബജറ്റ് അങ്ങനെ ഓർത്താൽ മതി. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവും ഭൗമവികിരണം വഴി ഭൂമി പുറന്തള്ളുന്ന താപത്തിൻ്റെ അളവും തുല്യമായിരിക്കുന്ന സമതുല്യത, ആ വ്യവസ്ഥയാണ് താപ ബജറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ബജറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി താപനില അളക്കുന്നതിന് മുന്നേ തന്നെ 2 കാര്യങ്ങൾ ഇന്നലെ പറയാൻ വിട്ടുപോയി. എന്തായിരുന്നു? ഹ്രസ്വതരംഗങ്ങൾ. നമ്മൾ ഇന്നലെ തരംഗങ്ങളെ പറ്റി പറഞ്ഞില്ലല്ലോ. ഹ്രസ്വതരംഗം എന്താണ്? ആ കാര്യങ്ങൾ പറഞ്ഞില്ല. അതും കൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. ഓക്കെ, എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വേവ്സും ലോങ് വേവ്സും എന്താണ്? അത് നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹ്രസ്വതരംഗങ്ങളും പിന്നെയോ ദീർഘതരംഗങ്ങളും അല്ലേ. ഹ്രസ്വതരംഗങ്ങളും ദീർഘതരംഗങ്ങളും. ഹ്രസ്വതരംഗങ്ങൾ എന്ന് പറയുമ്പോൾ ലൈക്ക് ഷോർട്ട് വേവ്സ്. ഓക്കെ, ഷോർട്ട് വേവ്സ് പറയുമ്പോൾ വളരെ കൂടിയ താപനിലയിലുള്ള വസ്തുക്കളിൽ നിന്നും, ശ്രദ്ധിക്കണം, എന്താ പറയുന്നത്? കൂടിയ താപനില. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. കൂടിയ താപനില.
അപ്പം വളരെ കൂടിയ താപനിലയിലുള്ള വസ്തുക്കളിൽ നിന്നും പുറപ്പെടുന്ന ഊർജ്ജ വികിരണങ്ങൾ ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് അനുഭവപ്പെടുക. ഓക്കെ, അപ്പം നമ്മുടെ സൂര്യന് ഉയർന്ന താപനിലയല്ലേ ഉള്ളത്, അപ്പോൾ സൂര്യനിൽ നിന്നുള്ള വികിരണങ്ങൾ ഏതായിരിക്കും? ഹ്രസ്വ തരംഗങ്ങൾ അല്ലേ? ഇനി ഇവയ്ക്ക് അന്തരീക്ഷത്തിലൂടെ തടസ്സമില്ലാതെ കടന്നു പോകാൻ സാധിക്കുന്നതിനാൽ അന്തരീക്ഷ വായുവിനെ നേരിട്ട് ചൂട് പിടിപ്പിക്കാതെ ഇവ ഭൂപ്രതലത്തിൽ നേരിട്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഏതാണ്? ഷോർട്ട് വേവ്സ് കഴിഞ്ഞാൽ ലോങ് വേവ്സ് അഥവാ എന്ത് പറയുന്നു? ദീർഘതരംഗങ്ങൾ അല്ലെ. ദീർഘതരംഗങ്ങൾ എന്ന് പറയുമ്പോൾ താരതമ്യേന ചൂട് എന്തായിരിക്കും? കുറഞ്ഞ വസ്തു അല്ലെ, താരതമ്യേന ചൂട് കുറഞ്ഞ വസ്തുക്കളിൽ നിന്ന് പുറപ്പെടുന്ന ഊർജ്ജ വികിരണങ്ങൾ, അതിനെയാണ് നമ്മൾ ദീർഘതരംഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സൂര്യനെ അപേക്ഷിച്ച് ചൂട് കുറഞ്ഞ ഭൂപ്രതലത്തിൽ നിന്നും പുറപ്പെടുന്ന വികിരണങ്ങളാണ് ഇത്. ഇപ്പോൾ നമ്മുടെ ഭൗമ വികിരണം അതേതാണ്? അത് ദീർഘതരംഗങ്ങളാണ് കേട്ടോ, ദീർഘതരംഗങ്ങളാണ്. അപ്പോൾ അത് അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഈ ദീർഘതരംഗങ്ങളെ ആഗിരണം ചെയ്യുകയോ പ്രതിഫലിപ്പിക്കുകയോ ചെയ്യും. അങ്ങനെ അന്തരീക്ഷം എന്ത് ചെയ്യും? പ്രധാനമായും ചൂട് പിടിക്കുകയും ചെയ്യും. ഇനി ഒരു പ്രക്രിയ, അതായത് ഭൗമ വികിരണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്നും കൂടി നമുക്കൊന്ന് നോക്കണം. ഓക്കെ, അതായത് ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായി ഊർജം പുനഃവികിരണം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ ആദ്യം ആ പിക്ചറിൽ പറഞ്ഞില്ലേ, അതിനെയാണ് ഭൗമവികിരണം. ഭൗമോപരിതലത്തിൽ നിന്നും ദീർഘതരംഗങ്ങളായിട്ട്, അത് നമ്മളിപ്പോൾ പറഞ്ഞു ലോങ് വേവ്സിലാണ് ഏത് വരുന്നത്? ഭൗമവികിരണം വരുന്നത്. ആ പ്രക്രിയനെയാണ് ഭൗമവികിരണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ. ഇംഗ്ലീഷും കൂടി പഠിച്ചിരിക്കണം. ഓക്കെ, ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഭൗമവികിരണത്തെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഹരിത ഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്യുന്നത് അന്തരീക്ഷത്തെ എന്ത് ചെയ്യുന്നു? ചൂട് പിടിപ്പിക്കുന്നു. അതിനെയാണ് നമ്മൾ ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയില്ലേ, അത് അതിനെയാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തു വയ്ക്കാം. സൗരവികിരണം എന്ന് പറയുന്നത് ഹ്രസ്വ തരംഗമാണ്, മാറിപ്പോകരുത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇനി നമുക്ക് തെർമോമീറ്റർ, അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലേ, താപനില അളക്കാനുള്ളതാണ് ഇത് മാക്സിമം മിനിമം തെർമോമീറ്റർ. അതിൽ അന്തരീക്ഷ താപനില അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്തിലാണ്. 2 സാധാരണ തെർമോമീറ്ററുകളെ യു ആകൃതിയിലുള്ള ഗ്ലാസ് ടോപ്പ് കൊണ്ട് യോജിപ്പിച്ച് തയ്യാറാക്കുന്ന പ്രത്യേകതരം ഉപകരണമാണിത്, ഈ മാക്സിമം മിനിമം തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം മിനിമം തെർമോമീറ്റർ. ഒരു മാക്സിമം മിനിമം തെർമോമീറ്ററിലെ രേഖപ്പെടുത്തലിൽ നിന്ന് ഒരു ദിവസത്തെ എന്തൊക്കെ നമുക്ക് മനസ്സിലാവും? കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം ഈ കൂടിയ താപനിലയും അതോടൊപ്പം തന്നെ കുറഞ്ഞ താപനിലയും ഉപയോഗപ്പെടുത്തി നമുക്ക് ദൈനിക താപാന്തരവും ദൈനിക ശരാശരി ഊഷ്മാവും കണക്കാക്കാൻ പറ്റും. എന്താണ് ഈ ദൈനിക താപാന്തരം എന്ന് പറയുന്നത്? ഒരു ദിവസത്തെ കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് നമ്മൾ ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. അതായത് മൈനസ് ചെയ്താൽ മതി, ജസ്റ്റ് കൂടിയ താപനില മൈനസ് കുറഞ്ഞ താപനില, ഇത് ഓർത്തിരിക്കണം. അതാണ് ദൈനിക താപാന്തരം. ഇനി ഒരു ദിവസത്തെ ശരാശരി താപനിലയാണെങ്കിൽ അതിനെ ദൈനിക ശരാശരി താപനില, അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കൂടിയ താപനില പ്ലസ് കുറഞ്ഞ താപനില ഓൾ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരിയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് രണ്ടും ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ ഏതാണ് യൂണിറ്റ് വരുന്നത്? ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റും അല്ലേ. ഡിഗ്രി സെൽഷ്യസും അതോടൊപ്പം തന്നെ ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകകങ്ങളിലാണ് താപനില രേഖപ്പെടുത്തുന്നത്. ഇനി ഫാരൻഹീറ്റിൽ നമ്മുടെ ജലത്തിൻ്റെ ഖരാംശം എത്രയാണ്? 32 ഡിഗ്രിയും തിളനില വരുന്നത് 212 ഡിഗ്രിയും. അതായത് നമ്മൾ സെൽഷ്യസിൽ പറയുമ്പോൾ 0 ഡിഗ്രി എന്ന് പറയുന്നതാണ് 32 ഡിഗ്രി. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 212. അപ്പം ഫാരൻഹീറ്റിനെ നമ്മുടെ സെൽഷ്യസ് ആക്കാനും അതോടൊപ്പം തന്നെ സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കുന്നതും നമുക്കൊന്ന് നോക്കാം അല്ലേ. നമ്മുടെ ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുണ്ട്, ഇതും ചോദിക്കാറുള്ളതാണ്. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? ഫാരൻഹീറ്റ് ആണെങ്കിൽ സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32, സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32 ചെയ്ത് കഴിഞ്ഞാൽ ഫാരൻഹീറ്റ്. ഇനി ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെൽഷ്യസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് മൈനസ് 32.
ഇൻറ്റു 5/9. ഓക്കെ, ഇൻറ്റു 5/9 ആണ് വരുന്നത്. ഫാരൻഹീറ്റ് ആകുമ്പോൾ സെൽഷ്യസ് ഇൻറ്റു 9/5. അതായത് ഫാരൻഹീറ്റ് അല്ലേ കൂടുതൽ ഇത് വരുന്നത്, അത് ഓർത്താൽ മതി. അപ്പോൾ അത് സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32. സെൽഷ്യസ് കാണണമെങ്കിൽ ഫാരൻഹീറ്റിൻ്റെ അടുത്ത് നിന്ന് ആ 32 മൈനസ് ചെയ്യുക, എന്നിട്ട് 5/9 ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഈ രണ്ട് കാര്യങ്ങൾ, ദൈനിക താപാന്തരം കാണാനും ദൈനിക ശരാശരി കാണാനുള്ളതും ഓർത്തിരിക്കണം. ഇത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആട്ടോ. ചെറിയ ചെറിയ ബോക്സുകളും കാര്യങ്ങളുമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും പഠിക്കാനുണ്ട്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഐസോതേർംസ് എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ, ഐസോതേർംസ് എന്താണ് ഐസോതേർം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നമ്മളതിന് സമതാപരേഖകൾ എന്ന് പറയും. എന്ത് പറയും? സമതാപരേഖകൾ, ഐസോതേർംസ്. അതായത് ഒരു പ്രദേശത്ത് രേഖപ്പെടുത്തുന്ന താപനിലയെ ഭൂപടങ്ങളിൽ നമ്മൾ അടയാളപ്പെടുത്തി ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണിത് ഈ ഐസോതേർംസ് അല്ലെങ്കിൽ സമതാപരേഖകൾ എന്ന് പറയുന്നത്. സമതാപരേഖകൾ, ഐസോതേർംസ്, സമതാപം അല്ലേ, നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും അല്ലേ, സമതാപരേഖകൾ. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്നതാണ് സമതാപരേഖകൾ അല്ലെങ്കിൽ ഐസോതേർംസ്. ഓക്കെ ആണല്ലോ. ഐസോതേർംസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ടെക്സ്റ്റിൽ അതിൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് തെർമൽ ഇക്വേറ്റർ അല്ലെങ്കിൽ താപീയ മധ്യമേഖല എന്ന് പറയുന്നത്? തെർമൽ ഇക്വേറ്റർ അതായത് ഓരോ രേഖാംശ രേഖയിലും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി, ഓരോ രേഖാംശ രേഖയിലും ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി അന്തരീക്ഷ താപനില രേഖപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? താപീയ മധ്യമേഖല എന്ന് പറയുന്നത്. ഇത് ഭൂമധ്യരേഖയ്ക്ക് തികച്ചും നേരായിട്ടല്ല. എങ്ങനെയുണ്ടാവും? വ്യതിചലിച്ചുകൊണ്ടായിരിക്കും കാണുന്നത്. ഇപ്പോൾ നമ്മളിവിടെ വരയ്ക്കുവാണെങ്കിൽ ഇത് ഭൂമധ്യരേഖയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് പോകുന്നുണ്ടാവുക. ഓക്കെ, അതിലപ്പോൾ മുകളിലുള്ളത് ഏറ്റവും ഉയർന്ന വാർഷിക ശരാശരി താപനില രേഖപ്പെടുത്തിയ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തെയാണ് എന്ത് പറയുന്നത്? തെർമൽ ഇക്വേറ്റർ അല്ലെങ്കിൽ താപീയ മധ്യമേഖല എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഏകദേശം ഒക്കെ ആയെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് പഠിച്ച് പോകണം കേട്ടോ. ഇനി പിന്നെ വേറൊരു കാര്യം, അതായത് നമ്മുടെ ഇത് അളക്കുന്നത്, താപം അളക്കുന്നത് ഏത് വെച്ചാൽ ജൂൾ എന്ന ഏകകത്തിലാണ് രേഖപ്പെടുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ഏതാണ്? ജൂളാണ് കേട്ടോ. ജൂള്. തന്മാത്രാ ചലനം മൂലം ഒരു വസ്തുവിലുണ്ടാകുന്ന ആകെ ഊർജ്ജമാണ് താപം അല്ലെങ്കിൽ ചൂടെന്ന് പറയുന്നത്. എന്താണ് ഹീറ്റും ടെമ്പറേച്ചർ എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ചലനം മൂലം അല്ലേ, തന്മാത്രയുടെ ചലനം മൂലം ഒരു വസ്തുവിലുണ്ടാകുന്ന ഊർജ്ജത്തെ നമുക്ക് എന്ത് പറയാം? താപം അല്ലെങ്കിൽ ചൂടെന്ന് പറയാം. അത് ഏതിലാണ് അളക്കുന്നത് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നത്? ജൂളിലാണ്. ജൂൾ എന്ന ഏകകത്തിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്. ഇനി ഒരു വസ്തുവിൻ്റെ താപത്തിൻ്റെ അളവുകോലാണ് ഊഷ്മാവ് അഥവാ താപനില എന്ന് പറയുന്നത്. എത്രത്തോളം അതുണ്ടെന്ന് നമ്മൾ നോക്കുന്നല്ലേ, ആ അളവുകോലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില. അത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ കെൽവിൻ തുടങ്ങിയ ഏകകങ്ങളിലാണ് രേഖപ്പെടുത്തുന്നത്. അതും ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. അതായത് അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ വരുന്നതാണ് അന്തരീക്ഷ താപനില, സമുദ്രത്തിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം എന്നിവയൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? അക്ഷാംശം അല്ലെങ്കിൽ അക്ഷാംശീയ സ്ഥാനം. അതിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? നമ്മുടെ ഇപ്പം എർത്താണെങ്കിൽ ഓക്കെ, സ്പേസ് ഇവിടെയുണ്ട്. അപ്പം എർത്തിൽ നമുക്കറിയാമല്ലോ, ഇവിടെ ആർട്ടിക് വൃത്തം 66 ഡിഗ്രി വടക്കിൽ ആർട്ടിക് വൃത്തമുണ്ട്. ഇത് ഇക്വേറ്റർ ആണെങ്കിൽ 66.5 വടക്ക് ആർട്ടിക്, പിന്നെ 23.5 വടക്ക് ഉത്തരായന രേഖ, 23.5 തെക്ക് ദക്ഷിണായന രേഖ, 66.5 തെക്ക് അന്റാർട്ടിക് വൃത്തം. ഇവിടെ ആരുണ്ട്? ഉത്തര ധ്രുവമുണ്ട് 90 വടക്കിലും 90 ഡിഗ്രി തെക്കിൽ ഏതുണ്ട്? ദക്ഷിണ ധ്രുവമുണ്ട്. ഇപ്പോൾ സൂര്യപ്രകാശം ഇങ്ങനെ വരുവാണ്
അല്ലേ, ഇങ്ങനെ വരുവാണ്. അപ്പോൾ സൂര്യപ്രകാശം ഏറെക്കുറെ ലംബമായി പതിക്കുന്ന ഭൂമധ്യരേഖാ പ്രദേശത്ത് എങ്ങനെയായിരിക്കും താപനില? ഇവിടെ എങ്ങനെയായിരിക്കും ഇത്ര താപനില? കൂടുതലായിരിക്കും അല്ലേ, ലംബമായിട്ട് പതിക്കുമ്പോൾ അവിടെ കൂടുതലായിരിക്കും. ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളോടടുക്കുമ്പോൾ സൂര്യരശ്മികൾ കൂടുതൽ എങ്ങനെ പോകും? ചെരിഞ്ഞു പതിക്കുന്നു. അതിനാൽ ഇരു ധ്രുവങ്ങളോടും അടുക്കുമ്പോൾ താപനില ക്രമേണ കുറഞ്ഞു വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യത്യസ്ത താപീയ മേഖലകളൊക്കെ രൂപപ്പെടുന്നത് അല്ലേ. താപീയ മേഖലകൾ അങ്ങനെയാണ് രൂപപ്പെടുന്നത്. അതായത് ധ്രുവങ്ങളോട് അടുക്കും തോറും സൂര്യരശ്മികളുടെ പതനക്കോണിൽ ചെരിവുണ്ടാകുന്നു. കൂടുതൽ ചെരിയും തോറും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ അക്ഷാംശം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡിൽ പറയുന്നത്. എന്താണ്? ഭൂമധ്യരേഖയിൽ നിന്ന് അകലും തോറും അല്ലെങ്കിൽ അകന്നു പോകും തോറും സൂര്യരശ്മികളുടെ പതനക്കോണിന് ചെരിവ് വരികയും താപനില കുറയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഒന്നാമത്തെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം. ഇനി ആൾട്ടിറ്റ്യൂഡ് അഥവാ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അതെന്താണ്? ഉയരം കൂടുന്തോറും അന്തരീക്ഷ താപനില ക്രമേണ എന്ത് ചെയ്യും? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലേ, കുറഞ്ഞു വരികയാണ്. ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസമുണ്ട്. അതിനെയാണ് നമ്മൾ നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ അഥവാ ക്രമമായ താപനഷ്ട നിരക്ക്? എത്രയാണ്? 6.4 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് അതെന്ത് ചെയ്യുന്നത്? കുറഞ്ഞു വരുന്നത്. മനസ്സിലായ എന്താണ്? അതായത് ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുവാണ്, മുകളിലേക്ക് പോകും തോറും ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? താപനില കുറഞ്ഞു വരുന്നു. അപ്പോൾ ഓരോ കിലോമീറ്റർ ഉയരത്തിനുമാണ് ഈ 6.4 ഡിഗ്രി സെൽഷ്യസ് താപനില സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില എന്ത് ചെയ്യുന്നത്? കുറഞ്ഞ് വരുന്നത്. അതിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഊട്ടി, മൂന്നാർ അല്ലേ, അവിടെയൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ, മലയോര കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ ശൈത്യം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ്. അപ്പോൾ താഴെ എപ്പോഴും താപനില കൂടുതലും, മുകളിലേക്ക് പോകും തോറും താപനില കുറവുമായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്തതേതാണ്? അപ്പോൾ നമ്മൾ ലാറ്റിറ്റ്യൂഡും ഉയരവും പറഞ്ഞു. പിന്നെ കരയും കടലും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് വ്യത്യാസം എന്ന് പറയുന്നത്? സമുദ്രോപരിതലത്തിൽ അപേക്ഷിച്ച് കര വേഗം ചൂട് പിടിക്കും അല്ലേ. കര പെട്ടെന്ന് ചൂട് പിടിക്കുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷ താപം എങ്ങനെയായിരിക്കും? വളരെ കുറവുമായിരിക്കും. ഓക്കെ, അപ്പം കര പെട്ടെന്ന് ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു. സമുദ്രം എങ്ങനെയാണ്? സമുദ്രം പതുക്കെ മാത്രമേ ചൂടാവുകയുള്ളൂ. അപ്പോൾ കര പെട്ടെന്ന് തന്നെ ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് എങ്ങനെയാണ്? കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷ താപം കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് സമുദ്ര സാമീപ്യം. അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്നുള്ള അകലം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ആഗോളതാപന വിതരണത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഇത്, സമുദ്രത്തിൽ നിന്നുള്ള അകലം. അതായത് സമുദ്രതീര പ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്ക് തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലം തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുകയും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. അപ്പം സമുദ്ര സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷ താപനില എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരു മിതമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പം ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ, അതായത് സമുദ്ര സ്വാധീനം കുറഞ്ഞ പ്രദേശങ്ങളാണെങ്കിൽ അവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം എങ്ങനെയായിരിക്കും? വളരെ കുറവുമായിരിക്കും. ഓക്കെ, നമ്മുടെ കേരളത്തിൽ പൊതുവെ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നത്. എന്തുകൊണ്ടത്? കേരളം തീരപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ അല്ലേ, നമുക്ക് പറയാം അല്ലേ, അതുകൊണ്ടാണ്. ഇനി സമുദ്രജലപ്രവാഹങ്ങളും താപനിലയും. എന്താണ് ഈ സമുദ്രജലപ്രവാഹം എന്ന് പറയുന്നത്? സമുദ്രജലപ്രവാഹം, ഈ സമുദ്രജലപ്രവാഹങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഓഷ്യൻ കറൻറ്റ് എന്ന് പറയും. എന്താണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്? ഓഷ്യൻ കറൻറ്റ്. അത് ഓർത്തിരിക്കുക കേട്ടോ, ഓഷ്യൻ കറൻറ്റ് എന്നുള്ള ടേമും കൂടി ഓർത്തിരിക്കാം. ഇവിടെ ഈ പിക്ചർ കണ്ടോ, നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു
പിക്ചറാണിത്, കാനഡ കാര്യങ്ങളൊക്കെ. ഉഷ്ണജലപ്രവാഹങ്ങളും ശീതജലപ്രവാഹങ്ങൾ കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉഷ്ണജലപ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ഇവിടെ കണ്ടോ, നോർത്ത് അറ്റ്ലാന്റിക്, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് കൊടും തണുപ്പിൽ ആശ്വാസം നൽകുകയാണ് ചെയ്യുന്നത്. ഇത് നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റ് അത് യൂറോപ്പിന് എന്ത് കൊടുക്കുകയാണ്? ആശ്വാസം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങൾ ലാബ്രഡോർ എന്ന് പറയുന്നത് ശീതജലപ്രവാഹമാണ്. അതിൻ്റെ സ്വാധീനത്താൽ മാസങ്ങളോളം കാനഡയിൽ എന്ത് വരുന്നുണ്ട്? കൊടും തണുപ്പ് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഉഷ്ണജലപ്രവാഹത്തിന് വാം കറൻറ്റ് എന്നും ശീതജലപ്രവാഹത്തിന് കോൾഡ് കറൻറ്റും എന്നുമാണ് പറയുന്നത് കേട്ടോ. സമുദ്രജലപ്രവാഹങ്ങൾ, അതായത് സമുദ്രജലപ്രവാഹങ്ങളിൽ കടലിലോ ചൂടോ തണുപ്പോ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനാൽ തീരപ്രദേശങ്ങളിലെ താപനിലയെ അവ എന്ത് ചെയ്യുന്നുണ്ട്? നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ഉഷ്ണജലപ്രവാഹം അല്ലെങ്കിൽ വാം കറൻറ്റ് എന്ന് പറയുന്നത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ നിന്ന് ചൂടുള്ള ജലം തണുത്ത പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നു. അപ്പോൾ അതിൻ്റെ ഫലം എന്തായിരിക്കും? തീരപ്രദേശങ്ങളിലെ താപനില ഉയരുന്നു, അല്ലേ? കാലാവസ്ഥ താരതമ്യേന ചൂടുള്ളതാകുന്നു, ശൈത്യത്തിൻ്റെ കാഠിന്യമൊക്കെ കുറയുന്നു. അതാണ് ഈ നോർത്ത് അറ്റ്ലാന്റിക് കറൻറ്റിൽ നമ്മൾ പറഞ്ഞത്. ഇനി ശീതജലപ്രവാഹം അല്ലെങ്കിൽ കോൾഡ് കറൻറ്റ് എന്ന് പറയുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് തണുത്ത ജലം ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നു. അതിൻ്റെ ഫലമായിട്ട് തീരപ്രദേശങ്ങളിലെ താപനില എന്ത് ചെയ്യും? കുറയും. കാലാവസ്ഥ കൂടുതൽ തണുപ്പുള്ളതാകും. അതാണ് ഈ ലാബ്രഡോർ കറൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് രണ്ടും ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഭൂപ്രകൃതിയും താപനില വ്യതിയാനവും തമ്മിൽ നോക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പഠിക്കാനുള്ളത്? നമുക്കറിയാം, സൂര്യരശ്മികൾ, അല്ലേ, ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യതയിൽ എന്തൊക്കെയുണ്ട്? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്, അല്ലേ? ആ വ്യത്യാസം സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവുകളിൽ താരതമ്യേന താപനില കൂടുന്നതിനും വിപരീത ചെരിവുകളിൽ താപനില കുറയുന്നതിനും കാരണമാകുന്നുണ്ട്. ആണല്ലോ. അതായത് നേരിട്ടടിക്കുന്ന, ഇപ്പോൾ പർവ്വതമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവിടേക്ക് നമ്മുടെ സൂര്യരശ്മി നേരിട്ടടിക്കുവാണ്. പിന്നെ അതല്ല, ഇവിടേക്ക് ഒരെണ്ണം വരുന്നുണ്ട്, ജസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് എ, ഇത് ബി, നമ്മുടെ ടെക്സ്റ്റിലുണ്ട് കേട്ടോ, പിക്ചറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാൻ പറ്റും, അല്ലേ? ഏറ്റവും കൂടുതൽ സൂര്യരശ്മികൾ അടിക്കുന്നത് എവിടെയാണ്? ബിയിലേക്കാണ് വരുന്നത്, അല്ലേ? ഇവിടെ തട്ടിയിട്ടാണ് എയിലേക്ക് വരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ ഏറ്റക്കുറച്ചിലുകൾ. സൂര്യപ്രകാശ ലഭ്യതയിൽ അവിടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൂര്യന് അഭിമുഖമായ പർവ്വത ചെരിവുകളിൽ താരതമ്യേന താപനില കൂടുകയും വിപരീത ചെരിവുകളിൽ താപനില എന്ത് ചെയ്യുകയും ചെയ്യും? കുറയുകയും ചെയ്യും. ഇതാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ചെരിവുകളിൽ താപനില കൂടുതലായിരിക്കും. സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത വിപരീത ദിശകളിൽ ഉള്ള ചെരിവുകളിൽ താപനില എന്തായിരിക്കും? കുറവും ആയിരിക്കും. ഇനി എന്താണ് അന്തരീക്ഷമർദ്ദം? അന്തരീക്ഷമർദ്ദം എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? മറ്റെല്ലാ വസ്തുക്കളും എന്നപോലെ വായുവിനും ഭാരമുണ്ട്, അല്ലേ? അന്തരീക്ഷ വായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരത്തെയാണ് നമ്മൾ അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്ന ഭാരം, അല്ലേ? അത് അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ബാരോമീറ്ററാണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ മെർക്കുറി ബാരോമീറ്ററും ഉണ്ട്, പിന്നെ അനിറോയിഡ് ബാരോമീറ്ററും ഉണ്ട്. 2 ബാരോമീറ്ററും ഉണ്ട്. ഇനി മെർക്കുറി ബാരോമീറ്ററിൽ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷമർദ്ദം 76 സെൻറ്റിമീറ്റർ ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കുക, എത്രയാണ്? 76 കേട്ടോ. മെർക്കുറി ബാരോമീറ്ററിൽ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷമർദ്ദം 76 സെൻറ്റിമീറ്റർ ആയി രേഖപ്പെടുത്തുന്നു. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്നത് സാധാരണ എന്തിലാണ്? മില്ലി ബാർ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കൽ, MBയും HPAയും. ഓക്കെ, ഒന്നുകിൽ മില്ലി ബാറിൽ അല്ലെങ്കിൽ ഹെക്ടോ പാസ്കലിലുമാണ്. ഈ 2 ഏകകങ്ങളിലാണ് അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്നത്. ഭൗമോപരിതല ശരാശരി മർദ്ദം എന്ന് പറയുന്നത്
10-13.2 MB അഥവാ HPA ആണ് കേട്ടോ. അതും ഓർത്തിരിക്കുക. ബാരോമീറ്റർ, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം എന്ന് വെച്ചാൽ എന്താണ്? വായുവിനുള്ള അന്തരീക്ഷവായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ആ ഭാരത്തെയാണ് നമ്മൾ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. ഇനി അന്തരീക്ഷമർദ്ദത്തെ എന്തൊക്കെ ഘടകങ്ങളായിരിക്കും സ്വാധീനിക്കുന്നത്? അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയായിരിക്കും? അന്തരീക്ഷ താപനില അല്ലേ? അന്തരീക്ഷ താപനില നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സമുദ്രത്തിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശം അഥവാ ഹ്യൂമിഡിറ്റി, അതൊക്കെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ അന്തരീക്ഷ താപനില, സമുദ്രത്തിൽ നിന്നുള്ള ഉയരവും അന്തരീക്ഷ വായുവിലെ ജലാംശത്തെ നമ്മൾ എന്ത് പറയും? ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി. ഈ അന്തരീക്ഷ താപനിലയൊക്കെ അതിൻ്റെ ഘടകങ്ങളാണെന്ന് പറഞ്ഞല്ലേ. അതായത് അന്തരീക്ഷ വായു ചൂട് പിടിച്ച് വികസിച്ച് ഭാരം കുറഞ്ഞ് അതെന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. അങ്ങനെ ഉയരുമ്പോൾ ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ലോ പ്രഷർ മേഖലകൾ രൂപപ്പെടുന്നു. ഇനി മുകളിലേക്ക് ഉയർന്ന വായു തണുത്ത് സങ്കോചിച്ച് താഴേക്ക് ഇറങ്ങുന്ന ഇടങ്ങളിലാണ് ഉച്ചമർദ്ദ മേഖലകൾ അല്ലെങ്കിൽ ഹൈ പ്രഷർ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് അവിടെ വരുന്നത്. മുകളിലേക്കെന്ന് പറയുമ്പോൾ ചൂട് പിടിക്കുകയാണ്, അന്തരീക്ഷ വായു ചൂട് പിടിച്ചിട്ട് അത് വികസിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഭാരം കുറയും. ആ ഭാരം കുറഞ്ഞ് മുകളിലേക്ക് ഉയരുമ്പോൾ അവിടെ ലോ പ്രഷർ രൂപപ്പെടുകയും ഇനി മുകളിൽ ഉയർന്ന വായു തണുത്തിട്ട് സങ്കോചിച്ച് താഴേക്ക് ഇറങ്ങുന്ന ഇടങ്ങളിൽ ഏത് വരും? ഉച്ചമർദ്ദ മേഖലകൾ അല്ലെങ്കിൽ ഹൈ പ്രഷർ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി സമുദ്രത്തിൽ നിന്നുള്ള ഉയരം അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ് വരുന്നത് അന്തരീക്ഷമർദ്ദത്തിൽ? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉയരം കൂടുന്തോറും അന്തരീക്ഷവാതകങ്ങളുടെ സാന്ദ്രത കുറയും. അപ്പോൾ അന്തരീക്ഷമർദ്ദം എന്ത് ചെയ്യും? ക്രമേണ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്രമേണ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി ഹ്യൂമിഡിറ്റി എങ്ങനെയാണ് വരുന്നത്? ആർദ്രത. വായുവിലെ ജലാംശം കൂടുമ്പോൾ ഭാരം കൂടിയ വാതകങ്ങൾക്ക് പകരം ഭാരം കുറഞ്ഞ ജലബാഷ്പ തന്മാത്രകളാണ് വരുന്നത്. അതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്രവായുവിന് മർദ്ദം എന്തായിരിക്കും? കുറവായിരിക്കും കേട്ടോ. അപ്പോൾ താപനിലയും മർദ്ദവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? താപവും മർദ്ദവും വിപരീതാനുപാതം, അതായത് ഒന്ന് കൂടുമ്പോൾ അടുത്തത് കുറയുന്നു, അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അതും കൂടി ഓർത്തിരിക്കുക. ആ ലോ പ്രഷറും ഹൈ പ്രഷറും അതും ശ്രദ്ധിച്ച് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാം. ഇനി നമുക്ക് ആഗോള മർദ്ദ മേഖലകൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണല്ലേ. ഉച്ചമർദ്ദ മേഖല, ന്യൂനമർദ്ദ മേഖല, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നിങ്ങൾ 1-2 തവണയൊക്കെ ഒന്ന് കേട്ട് നോക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ടെക്സ്റ്റും കൂടി വച്ചിട്ട് കേൾക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആതിര, സൈനിങ് ഓഫ്.